ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടരിഞ്ഞ ബീൻസ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകല ഉഴുന്ന് പരിപ്പ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇടേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. നമുക്കിതിനാവശ്യമുള്ള ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പളവ് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ റവ ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനൊരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ എടുത്തിരിക്കുന്ന കപ്പിനാണ്. അത് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവ ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. നമുക്കിതിലേക്ക് ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ അടച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചൂടുള്ള 1 ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ തിരുമിയതോടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ഉപ്പുമാവിന്. നമുക്ക് കൂട്ടാനൊന്നും വേണ്ട. ഇത് പഴം കൂട്ടിയോ കടലക്കറിയോ ചുമ്മാതെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിതൊന്നും കൂടെ ഇളക്കിയൊന്ന് തോർത്തിയെടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.